ഞാൻ പയ്യന്നൂരിൽ നിന്ന് പെരിങ്ങോത്തേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ കുണ്ടേങ്കോലിൻ്റെയും അതുപോലെ തന്നെ മാത്തിലിൻ്റെയും ഇടയിൽ ഒരു സ്ഥാപനം കണ്ടു. അത് കാങ്കോൽ ബാങ്കിൻ്റെ പെട്രോൾ പമ്പിന് സമീപത്ത് ഒരു ഹോട്ടലാണ്, ഒരു ലഘുഭക്ഷണശാലയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. പെരിങ്ങോം യുവജന സംഘം എന്നുള്ള ഒരു പേരാണ് കണ്ടത്. ഞാൻ താമസിക്കുന്നത് പെരിങ്ങോം എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ 7 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പ്രദേശത്തിൻ്റെ പേരിലാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. പ്രത്യേകിച്ചിട്ട് പെരിങ്ങോം നിവാസികളൊക്കെ ഈ ഹോട്ടലിൽ കയറണം, ഇവിടുത്തെ സേവനം നമ്മൾ ആസ്വദിക്കണം. അതുപോലെ ഒരു വഴിയോര ഒരു വിശ്രമ കേന്ദ്രമാണ്, ഹോട്ടലാണ്, അതുപോലെ തന്നെ റെസ്റ്റോറൻ്റാണ്. അവർക്ക് അതുപോലെ തന്നെ കാറ്ററിംഗ് സംവിധാനം അടക്കമുണ്ട്. ഒരു കുണ്ടേങ്കോൽ എന്നുള്ള സ്ഥലമുള്ളത് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. പെരിങ്ങോം എന്നുള്ള സ്ഥലമുള്ളത് പെരിങ്ങോം പഞ്ചായത്തിലാണ്. അങ്ങനെ പെരിങ്ങോം പഞ്ചായത്തിലുള്ള ആ പെരിങ്ങോം എന്നുള്ള സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാരവാഹികളോട് തന്നെ ചോദിച്ചറിയാം. സ്ഥാപനം ഇതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളെല്ലാം ഇത് നമ്മുടെ യുവാക്കളുടെ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ നമ്മുടെ LDF സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് പിന്നെ ഒട്ടേറെ യുവജന സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ പെരിങ്ങോം ഏരിയ കേന്ദ്രീകരിച്ചിട്ട് യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം സഹകരണ സംഘം. അപ്പോൾ ഈ സഹകരണ സംഘം നമ്മളിപ്പം ഈ നമ്മളെ കാങ്കോൽ ബാങ്കിൻ്റെ പമ്പ് സ്ഥിതി ചെയ്യുന്നത് കാങ്കോൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കോപ്പറേറ്റീവ് ഫീൽഡ്സ് ഇത് അതുപോലെ തന്നെയുള്ള സഹകരണ സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപനത്തിൽ നമുക്ക് എന്തെല്ലാം നമ്മൾ പിന്നെ പയസ് ഈവൻറ്റ്സ് ആൻഡ് കാറ്ററിംഗ് നമ്മൾ വിവാഹ സദ്യ അതുപോലെ സൽക്കാരങ്ങൾ നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷങ്ങളായിക്കോട്ടെ അതിനൊക്കെ തന്നെ മിതമായ നിരക്കിൽ നമ്മുടെ യുവാക്കൾ പോയിട്ട് അവിടെ വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ ആവശ്യമായ സാധനങ്ങൾ വാടകയ്ക്ക് പിന്നെ കസേര മേശ അതുപോലെ തന്നെ മറ്റ് കൂളർ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ പിന്നെ മെഷീനറികൾ അതൊക്കെ തന്നെ ഇവിടെ വെച്ച് നമ്മൾ ചെറിയ വാടകയ്ക്ക് കൊടുക്കും. ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ കല്യാണത്തിന് വേണ്ടി വിവാഹം അതുപോലെ തന്നെ നിശ്ചയം, വെഡ്ഡിങ്, മറ്റേ നമ്മുടെ റിസപ്ഷൻ, അതുപോലെ പിന്നെ ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്സ്, അങ്ങനെ ഏത് ആയാലും മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. ഒരു ടീം തന്നെ ഉണ്ട്, സെർവ് ചെയ്യാൻ വേണ്ടി ആ ഒരു ടീമുണ്ട്. അതിന്റെ ബഫേ സംവിധാനങ്ങൾ. ഒരു സഹകരണ സംഘത്തിൽ ഇങ്ങനെ ഒരു സംഭവം അപൂർവതയാണല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടേറെ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തെങ്കിലും 3-4 എണ്ണം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇത്. ഇപ്പം നമ്മളിപ്പോൾ ഈ കുണ്ടേങ്കോൽ ഇപ്പം കാങ്കോൽ ബാങ്കിൻ്റെ പരിധിയിലാണ് ഈ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതിനോട് ചേർന്നിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സേവനം ഇവിടെ നമുക്ക് ഇപ്പം യാത്രക്കാർക്കെല്ലാം എന്തെല്ലാം അങ്ങനെയാണ് ഭക്ഷണ രീതി എന്തെല്ലാം കൊടുക്കാൻ പറ്റും? ഇപ്പം നമ്മുടെ ഇത് പമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിലെ ഭക്ഷണം ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പാചകം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളത് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ നമ്മൾ പുറത്ത് ഔട്ട്ലെറ്റ് ഇട്ടുകൊണ്ട് അവിടുന്ന് ഭക്ഷണ സാധനം ആയിക്കൊണ്ടെന്ന് ഇവിടുന്ന് കൊടുക്കേണ്ട ഉദ്ദേശത്തിൽപ്പെടും. ഇപ്പം നമ്മൾ എണ്ണക്കടികളും മറ്റ് ബിസ്ക്കറ്റ് മറ്റ് ചെറിയ ലൈറ്റ് ഐറ്റംസ് ആണ് കൊടുത്തു വരുന്നത്. കാപ്പി, ഹോർലിക്സ്, മറ്റ് എല്ലാവിധ അതുപോലെ തന്നെ കോപ്പിച്ചിനോ എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനറി ഒരു 60 വിലയുടെ മെഷീനുണ്ട്. അതിൽ നമുക്ക് ആവശ്യമായ ടേസ്റ്റുള്ള കാപ്പി നമുക്ക് എടുക്കാൻ പറ്റും. ഈ സ്ഥാപനത്തിന്റെ ബോർഡിൽ പെരിങ്ങോം എന്നാണ് കാണുന്നത്. അപ്പം ഈ സ്ഥാപനം വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ് ഒരു ഏരിയന്റെ ഒരു സ്ഥാപനമായിട്ടാണ് വരുന്നത് അല്ലേ? 4 പഞ്ചായത്ത് വരും. 4 പഞ്ചായത്ത് വരും. അതുപോലെ പിന്നെ ചെറുപുഴ പഞ്ചായത്ത് വരും. അതുപോലെ തന്നെ പെരിങ്ങോം പഞ്ചായത്ത് വരും. ഈ 4 പഞ്ചായത്തുകൾ ഉൾക്കൊണ്ട പെരിങ്ങോം യുവജന സംഘത്തിന്റെ സൊസൈറ്റി. ഇതിന്റെ ഭാരവാഹികളെ കുറിച്ചിട്ട് പ്രസിഡന്റ് PP സിദിനാണ്, അഡ്വക്കേറ്റ് PP സിദിൻ. പിന്നെ ഒരു ഓണർ സെക്രട്ടറി ഉള്ളത്, അത് മനേഷ് മോഹൻ എന്ന് പറഞ്ഞിട്ട് പെരിങ്ങോത്ത് ഉള്ള ആളാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ടെമ്പററി സെക്രട്ടറി എന്നുള്ളതാണ് കൈകാര്യം ചെയ്യാൻ നിൽക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു പരിചയം. ഞാൻ വ്യവസായ വകുപ്പിൽ പിരിഞ്ഞ ഒരു പേരെങ്ങനെയാണ്? എൻ്റെ പേര് MK അശോകുമാർ. 10-20 വർഷക്കാലം വ്യവസായ വകുപ്പിൽ ജോലി ചെയ്തുകൊണ്ട് പിന്നെ ഒരാളാണ്. അപ്പോൾ ഈ സ്ഥാപനം ഒന്ന് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി യൂണിയൻ തലത്തിലെല്ലാം ഭാരവാഹിത്വം NGO സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു. കണ്ണൂർ പിന്നെ അതേപോലെ BLO അസോസിയേഷൻ, നമ്മുടെ ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ അസോസിയേഷൻ്റെ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പിന്നെ മണ്ഡലം സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇപ്പം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. താമസം ഇതിനടുത്ത് കുണ്ടേങ്കോലിലാണ് താമസം. ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അങ്ങനെ സ്കൂൾ ടീച്ചറാണ്. 2 കുട്ടികളുണ്ട്. മൂത്തൊരു PSC പഠിക്കാണ്, രണ്ടാമത്തെ നാവിയിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? സ്ഥാപനം തുടങ്ങി 3 വർഷമായി. 3 വർഷം. എങ്ങനെ നല്ല രീതിയിൽ ഞാനിപ്പോൾ 2 വർഷമായി ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊണ്ടുവന്നു. രജിസ്റ്റർ ചെയ്തിട്ട് 3 വർഷമായി. 2 വർഷമായി ശരിക്കും അതിൻ്റെ പ്രവർത്തന ഭാഗത്ത് എത്തിയിട്ട് ഇപ്പം മോശമല്ലായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് യുവാക്കളാണ് ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ വരേണ്ടത്. അപ്പം യുവാക്കളുടെ ഒരു കുറവ് ഇതിൽ കാണുന്നുണ്ട്. നമ്മളിപ്പം തൽക്കാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ദിശ സൂചികയായിട്ട് പ്രവർത്തിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.